സത്യം പറഞ്ഞു എൻ്റെ അമ്മയെ ഇന്ന് ഞങ്ങൾക്ക് തിരിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ സിസ്റ്റേഴ്സിനോടും ഡോക്ടർമാരോടും എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതി വരത്തില്ല. കാരണം എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടത്തില്ലെന്ന് പറഞ്ഞെടുത്തു അവരിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നിരിക്കുന്നത്. സർജറി ചെയ്ത് ഞങ്ങൾ 3 മാസം ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ അവർ 3 മാസം അത് അവിടെ കിടത്തി ഞങ്ങളെ കൊണ്ട് ആ ഫ്ലാപ്പ് നെഞ്ചിൽ നിന്ന് ഇവിടെ എടുത്താണ് വെച്ചത്. അത് 3 മാസത്തോളം വെച്ച് ഇൻഫെക്ഷൻ ആയിപ്പോയി. ആയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ, കാരണം ഇനി അമ്മ ഇനി നോവിക്കുകയൊന്നും വേണ്ട, ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല. നമ്മുടെ അടുത്ത KMC എന്ന് പറയുന്ന KM ചെറിയാൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അവിടുത്തെ ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മയ്ക്ക് ഡ്രസ്സിങ്ങും ചെയ്ത് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി ഒന്ന് എടുക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. കാരണം അമ്മയുടെ മുറിവ് വളരെ ഇതായിരുന്നു. കാരണം ഇവിടെ നിന്നുള്ള മെയിൻ നരമ്പുകൾ മൊത്തം നമുക്ക് കാണാമായിരുന്നു. അത് മൊത്തം പറയാൻ ഇവിടുന്ന് ഫുള്ള് പോയിരിക്കുക. എൻ്റെ അമ്മ ഇന്ന് നടക്കുന്നുണ്ട്, എൻ്റെ അമ്മ എന്നെ വന്ന് ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അരിഞ്ഞുറക്കി തരുന്നുണ്ട്, അങ്ങനെ ഓരോ സഹായം ചെയ്യുന്നുണ്ട്. നടക്കത്തില്ല എന്ന ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ അമ്മ ഇന്ന് നടക്കുന്നുണ്ട്, ബാത്റൂമിൽ തനിയെ പോകുന്നുണ്ട്. അതിനെല്ലാം നമ്മുടെ KM ചെറിയാനിലെ ഹോം ഡോക്കിൻ്റെ സിസ്റ്റേഴ്സിനോടും ഡോക്ടറിനോടും പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിനോടും നമുക്ക് വളരെയേറെ നന്ദിയുണ്ട്. സിസ്റ്റർമാരാണെങ്കിലും അതുപോലെ തന്നെ മണിക്കൂറോളം വെച്ചിരുന്ന് അത് കാറ്റ് കൊള്ളിച്ച് ഈ ലെവലിൽ എന്നെ ആക്കിയതിന് ദൈവത്തോട് അവരുടെ കൂടെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു കേസ് ഏറ്റെടുക്കാൻ ഒരു ചലഞ്ചായിരുന്നു. അങ്ങനെ ഓങ്കോ ടീമിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കേസ് ഏറ്റെടുക്കുകയും പ്രോട്ടോകോൾസ് പ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും നമ്മുടെ ഡ്രസ്സിങ് ഹോം ഡോക്കിൻ്റെ നേതൃത്വത്തിൽ ഡ്രസ്സിങ് ചെയ്യുകയും ആ ഡ്രസ്സിങ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത് കാരണം അത് തൊട്ടാൽ തന്നെ ബ്ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പേഷ്യൻറ്റിനെ നമ്മുടെ അടുത്ത് വന്നത്. എൻ്റെ പേര് ഷീന, ഇതെൻ്റെ അമ്മയാണ് സലീക്കത്ത്. ഞങ്ങൾ കൊല്ലാടയിലാണ് ഞങ്ങളുടെ സ്ഥലം. ഇപ്പം മുളക്കടയിലെ എൻ്റെ വീട്ടിലാണ് ഇപ്പം എൻ്റെ അമ്മ ഉള്ളത്. ഞങ്ങൾ ആദ്യമായിട്ട് അമ്മക്കൊരു പല്ലിന് വേദന വരികയും അത് ഒരു ചെറിയ മുഴ പോലെ കാണുകയും അതിനുശേഷം നമ്മൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു സർജനെ കാണിച്ചത് ബയോപ്സിക്ക് അയക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബയോപ്സിക്ക് അയക്കുകയും ബക്കൽ മുക്കോസ എന്ന് പറയുന്ന ഒരു ക്യാൻസർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു രോഗമാണെന്ന് അവർ നമ്മളോട് പറയുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ അടുത്തുള്ള ഒരു ഡോക്ടറോട്, ദന്തൽ വിഭാഗത്തിലുള്ള ഡോക്ടറോട് സംസാരിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ വേറെ ഉള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയും അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും എൻ്റെ ബ്രദറും കൂടി എൻ്റെ ഫാദറും ഞങ്ങൾ അമ്മായി അങ്ങനെ നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അവർ നമ്മളോട് പറഞ്ഞു ഇതിപ്പോൾ മുഴയാണ്, നമുക്ക് ഉടനെ മൊത്തത്തിൽ സർജറി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് കീമോയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കീമോ ഞങ്ങൾ 3 സൈക്കിൾ എടുക്കുകയും 9 എണ്ണം ഞങ്ങൾ എടുത്തു. അതിനുശേഷം ഇത് ചുരുങ്ങിയെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് സർജറി ചെയ്യിപ്പിച്ചു. സർജറി ചെയ്ത് ഞങ്ങൾ 3 മാസം ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ അവർ 3 മാസം അത് അവിടെ കിടത്തി ഞങ്ങളെ കൊണ്ട് ആ ഫ്ലാപ്പ് നെഞ്ചിൽ നിന്ന് ഇവിടെ എടുത്താണ് വെച്ചത്. അത് 3 മാസത്തോളം വെച്ച് ഇൻഫെക്ഷൻ ആയിപ്പോയി. ഇൻഫെക്ഷൻ ആയതിന് ശേഷം അവർ 3 മാസം കഴിഞ്ഞത് കട്ട് ചെയ്ത് സർജറി ചെയ്ത് ഫുള്ള് വല്ലാത്തൊരവസ്ഥയായി. അങ്ങനെ ആയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ നിന്ന് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ, കാരണം ഇനി അമ്മ ഇനി നോവിക്കുകയൊന്നും വേണ്ട, ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും കുറഞ്ഞ പാലിയേറ്റീവിനെ നമുക്ക് ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് അവർ 2 ആഴ്ചത്തെ ഒരു അവധി പറഞ്ഞ് ഞങ്ങളെ വിടുന്നത്. അങ്ങനെ നമ്മൾ വന്നിട്ട് നമ്മുടെ അടുത്ത KMC എന്ന് പറയുന്ന KM ചെറിയാൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അവിടുത്തെ ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മയുടെ വളരെ മോശമായിരുന്നു അമ്മയുടെ അവസ്ഥ. കാരണം നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എൻ്റെ അമ്മ എണീറ്റ് നടക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്തൊരവസ്ഥയാണ്. അവിടുന്ന് നമുക്ക് ട്രക്കിയോസ്റ്റമി ഇട്ടാണ് അവർ നമ്മളെ അവിടുന്ന് വിടുന്നത്. ആ ട്രക്കിയോസ്റ്റമിക്കകത്തൂടെ കഫം ഇങ്ങനെ വരികയും അമ്മക്ക് സംസാരിക്കാനോ ഇടയ്ക്ക് ശ്വാസം മുട്ടൽ പോലെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ അവസ്ഥയിലാണ് നമ്മൾ KMC കൊണ്ടുവരുന്നത്. നമ്മൾ 2 പേരുടെ സപ്പോർട്ടില്ലാതെ ഒരു ബാത്റൂമിൽ പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ 14 ദിവസം കിടന്ന് നമ്മൾ ഓങ്കോളജിയിലെ സാറാ മേഡം, നിതിൻ ഡോക്ടർ, ബോസ് ഡോക്ടർ അവർ 3 പേരുമായിരുന്നു അമ്മയെ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവരുടെ ഇത് പ്രകാരം നമ്മൾ അവരുടെ രീതിയിലൂടെ നമ്മൾ മരുന്നുകൾ കൊടുക്കുകയും അപ്പം ഞങ്ങളുടെ അമ്മയുടെ അവസ്ഥ മോശമായ കാരണം അവർ വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനെ കൊണ്ട് എങ്ങനെയാണെന്നുള്ള രീതിയിൽ നിന്നപ്പം ഞങ്ങളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മയ്ക്ക് ഡ്രസ്സിങ്ങും ചെയ്ത് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി ഒന്ന് എടുക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ കിടന്ന് അർച്ചന എന്ന് പറയുന്നൊരു സിസ്റ്ററാണ് നമുക്ക് ആദ്യം വന്ന് അമ്മയെ ഡ്രസ്സ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്.
അങ്ങനെ ഡ്രസ്സ് ചെയ്ത് അങ്ങനെ ആയപ്പോഴത്തേക്ക് അമ്മ ഇച്ചിരി റിക്കവറായി വരുന്ന കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇമ്മ്യൂണോതെറാപ്പി എടുത്തു. ഞങ്ങളിപ്പോൾ 6 എണ്ണം എടുത്തു. അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മക്ക് ചെറിയ മാറ്റങ്ങൾ അവിടുന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെ അവിടുന്ന് ഡിസ്ചാർജ് ആക്കി നമ്മളെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വിട്ടപ്പോൾ എനിക്ക് ആദ്യം സത്യം പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു നല്ലൊരു പാലിയേറ്റീവ് അതാണെന്നൊന്നും അറിയില്ലെന്ന്. അപ്പം ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ അവർ അവിടുന്ന് തന്നെ നമുക്ക് പറഞ്ഞതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പാലിയേറ്റീവ് ഉണ്ട്, അപ്പോൾ അവരെ നമുക്ക് വിടാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് അവരെ വിട്ടു തരികയും ആദ്യത്തെ പ്രാവശ്യം വന്നപ്പം കാരണം അമ്മയുടെ മുറിവ് വളരെ ഇതായിരുന്നു. കാരണം ഇവിടെ നിന്നുള്ള മെയിൻ നരമ്പുകൾ മൊത്തം നമുക്ക് കാണാമായിരുന്നു. അത് മൊത്തം പറയാൻ ഇവിടുന്ന് ഫുള്ള് പോയിരിക്കുക, ദശയില്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് വരികയും ഹോം ഡോക്കിൻ്റെ ഡോക്ടറായ അഭിജിത്ത് ഡോക്ടർ, ജിഷ സിസ്റ്റർ, ലിജി സിസ്റ്റർ, ബ്രദർ ഗിരീഷ് ഇവരായിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവരിവിടെ വന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എൻ്റെ അമ്മയുടെ മുറിവുകൾ ആദ്യമൊക്കെ കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവരങ്ങനെ വന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഹോം ഡോക്കിൻ്റെ സിസ്റ്റേഴ്സും ഡോക്ടറും അവർ വന്ന് ഡ്രസ്സ് ചെയ്തു തുടങ്ങി. അങ്ങനെ എൻ്റെ അമ്മയുടെ മുറിവിനകത്തൂടെ ദശകൾ കയറി വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ പ്രാവശ്യം ഇമ്മ്യൂണോതെറാപ്പി എടുക്കാൻ ചെല്ലുമ്പം ഡോക്ടർ നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന കാര്യം ഇങ്ങനെ പറയും. അപ്പോൾ എൻ്റെ അമ്മക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും വേദന എന്ന് കാരണം പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. എങ്ങനെ എന്ന് വെച്ചാൽ പോട്ടെന്നുള്ള രീതിയിൽ നിന്നു. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെല്ലുകയും ഇവരുടെ ഡ്രസ്സിങ് ഓരോ ദിവസം അവരുടെ ഹോം ഡോക്കിൻ്റെ ഡ്രസ്സിങ് വളരെ ബെറ്ററായി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു ഇനിയിപ്പം നമുക്ക് പ്ലാസ്റ്റിക് സർജറി മുന്നോട്ട് നോക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ അമ്മയുടെ ഈ ഭാഗങ്ങളിലെല്ലാം തൊലി കയറി വന്ന് ഓരോ ദിവസം കഴിയും തോറും തൊലി കയറി വന്നു. അത് കഴിഞ്ഞപ്പോൾ ട്രക്കിസ്റ്റമി ഉണ്ടായിരുന്നു. അത് അവർ വരുമ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹോം ഡോക്കിൻ്റെ സിസ്റ്റേഴ്സ് ഊരി വെക്കും, അത് ക്ലീൻ ചെയ്യും. അങ്ങനെ അമ്മക്ക് ഓരോ ദിവസം അവർ ഓരോ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് സംസാരിക്കാൻ, എൻ്റെ അമ്മയെ കൊണ്ട് ഉമിനീരിറക്കാൻ, ചുമച്ച് തുപ്പാൻ, അങ്ങനെ അവർ ഓരോ ട്രെയിനിങ്ങും കൊടുത്ത് എൻ്റെ അമ്മ ഇന്ന് നടക്കുന്നുണ്ട്. എൻ്റെ അമ്മ എന്നെ വന്ന് ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അരിഞ്ഞുറക്കി തരുന്നുണ്ട്, അങ്ങനെ ഓരോ സഹായം ചെയ്യുന്നുണ്ട്. നടക്കത്തില്ല എന്ന ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ അമ്മ ഇന്ന് നടക്കുന്നുണ്ട്, ബാത്റൂമിൽ തനിയെ പോകുന്നുണ്ട്. അതിനെല്ലാം നമ്മുടെ കേംചെറിയാനിലെ ഹോം ഡോക്കിൻ്റെ സിസ്റ്റേഴ്സിനോടും ഡോക്ടറിനോടും പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിനോടും നമുക്ക് വളരെയേറെ നന്ദിയുണ്ട്. കാരണം നമ്മുടെ ഇവിടെ വരുമ്പം തന്നെ ഞങ്ങൾ എങ്ങനെയാണോ എൻ്റെ അമ്മയെ നോക്കുന്നത് അതേപോലെയാണ് ഡോക്ടറായാലും സിസ്റ്റേഴ്സ് ആയാലും നമുക്ക് വണ്ടി ഓടി വരുന്ന ആ ചേട്ടന്മാർ പോലും എൻ്റെ അമ്മയെ വന്ന് കയറി വന്ന് കണ്ട് അവർ വന്ന് സംസാരിച്ച്, കാരണം അവർ പോലും മാറി നിൽക്കത്തില്ല. കാരണം ആ മുറിവുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും വന്ന് നിൽക്കാത്ത രീതിയിലുള്ളതായിരുന്നു. ഇപ്പം എൻ്റെ അമ്മ സത്യം പറഞ്ഞു എൻ്റെ അമ്മയെ ഇന്ന് ഞങ്ങൾക്ക് തിരിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ സിസ്റ്റേഴ്സിനോടും ഡോക്ടർമാരോടും എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതി വരത്തില്ല. കാരണം എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടത്തില്ലെന്ന് പറഞ്ഞെടുത്തു അവരിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നിരിക്കുന്നത്. അത് ഏറ്റവും നല്ല ഹോം ഡോക്കാണ് നമ്മുടെ കേംചെറിയാനിലെ ഹോം ഡോക്ക്. അതിനെത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. എന്നെ എവിടെ കൊണ്ടുവന്ന ഇവർ 4 പേര്. കാര്യം അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ പരിഗണനയും അവരുടെ സന്തോഷവും എനിക്ക് തരുന്ന് ഞാനത് സ്വീകരിക്കുന്നു. ഇതുപോലുള്ള ഡോക്ടർ, ഇതുപോലുള്ള സിസ്റ്റർമാരെ കിട്ടാൻ പ്രയാസമാണ്. എനിക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ട് ഇവരുടെ കൂടെ. വന്ന് കയറുമ്പോഴേ തിരിച്ചോണ്ട് വന്ന് നമ്മളെ കൈ പിടിച്ച് കേട്ട് ഇരുത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മുറിവുകൾ അഴിക്കുമ്പോൾ ഡോക്ടർ വന്നതിൻ്റെ അടുത്ത് അടുത്ത് വന്നിരുന്ന് അതെല്ലാം നോക്കി പുറക്കിക്കൊണ്ടാണ് പോകുന്നത്. സിസ്റ്റർമാരാണെങ്കിലും അതുപോലെയാണ് മണിക്കൂറോളം വെച്ചിരുന്ന് അത് കാറ്റ് കൊള്ളിച്ച് ഈ ലെവലിൽ എന്നെ ആക്കിയതിന് ദൈവത്തോട് അവരുടെ കൂടെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം എന്നെ ഈ പ്രകാരം ആക്കിയതിന് ഇന്ന് ഞാൻ ഈ ഭൂമിയുടെ മേലിൽ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. അത്രയ്ക്ക് നല്ല ഒരു ഡോക്ടർ ഈ സിസ്റ്റർമാർ വന്ന് ഇന്ന് എനിക്ക് ചെയ്തു തന്നു. ഇത് ഈ ലെവലിലായി. കാര്യം ഈ തൊണ്ടയിലെ സാധനം തന്നെ 6 മാസം എൻ്റെ തൊണ്ടയ്ക്ക് കിടന്നു. ഇവിടെ വന്ന് ആവശ്യങ്ങളായപ്പോൾ എനിക്കിതെല്ലാം മാറ്റിത്തന്നു. അതുപോലെ ആഹാരം കഴിക്കാൻ
എൻ്റെ അമ്മ 7 മാസത്തോളം എൻ്റെ അമ്മയുടെ തൊണ്ടയിൽ കൂടി തുള്ളി വെള്ളം പോലും ഇറക്കിയിട്ടില്ലായിരുന്നു. ഈ ഡോക്ടറും ലിജി സിസ്റ്റർ, അബ്ജിത്ത് ഡോക്ടർ, ലിജി സിസ്റ്റർ, ഗിരീഷ് ബ്രദർ, പിന്നെ ജിഷ സിസ്റ്റർ, അവർ വന്നതിന് ശേഷമാണ് എൻ്റെ അമ്മയുടെ വായിൽ കൂടെ ആദ്യം വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കഞ്ഞി അരച്ച് അത് ലൂസ് പരുവത്തിലാക്കി അത് ഡോക്ടർ വന്ന് നിന്ന് കൊടുക്കുകയും നമ്മുടെ സിസ്റ്റർമാരാണേലും ബ്രദറൊക്കെ ആണെങ്കിലും എല്ലാവരും അതുപോലെ നിന്ന് മക്കൾ എന്താണോ ചെയ്യുന്നത് അതിനേക്കാളും കൂടുതലായിട്ട് തന്നെയാണ് അവർ ചെയ്തത്. പിന്നെ അതിനുശേഷം എൻ്റെ അമ്മക്ക് ഓട്സ് കൊടുത്തു. അങ്ങനെ ഓരോ ആഹാരങ്ങൾ അവർ വന്ന് നിന്ന് നമുക്ക് കൊടുക്കാൻ തുടങ്ങി. അത് തന്നെ വലിയ സന്തോഷമാണ്. എൻ്റെ അമ്മയുടെ തൊണ്ടയിൽ കൂടെ വെള്ളം നനയുന്നത് ഇവരുടെ കയ്യിൽ വന്നതിന് ശേഷമാണ്. കാരണം അവരാണ് ഇപ്പം ഇന്ന് എൻ്റെ അമ്മ ഇരിക്കുന്നതിനും ഈ മുറിവ് ഇതായതിനും ഈ സിസ്റ്ററാണേലും അബ്ജിത്ത് ഡോക്ടർ ആണേലും സിസ്റ്റേഴ്സും ബ്രദറും ഇവരെല്ലാം കാരണമാണ്. പിന്നെ നമ്മുടെ കെ എം ചെറിയാൻ്റെ ഡോക്ടേഴ്സും, ഇവരോടെല്ലാം ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് ഹോം ഡോക്കാണ് കെ എം ചെറിയാൻ്റെ ഹോം ഡോക്ക്. അത് ഞങ്ങളുടെ അമ്മയെ ഇരുത്തി കാണുമ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിജിത്ത് പി ജി, കൺസൾട്ടൻറ്റ് ഫാമിലി ഫിസിഷ്യൻ, കെ എം ചെറിയാൻ ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. CA ബക്കൽ മ്യൂക്കോസ എന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ തൊലിപ്പുറത്തുണ്ടാകുന്നൊരു തരം ക്യാൻസറാണ്. ഈ ഒരു അവസ്ഥയെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിൽ നിന്ന് ചികിത്സ എടുക്കുകയും അത് ഓപ്പറേഷൻ ചെയ്യുകയും ആ ഒരു സെപ്സിസ് എന്നൊരവസ്ഥയിൽ പേഷ്യൻ്റ് ഇൻഡ്യൂബേറ്റ് ആവുകയും അവിടെ മെക്കാനിക്കൽ വെൻറ്റിലേറ്ററിലേക്ക് ആവുകയും തുടർന്ന് ഇനി ചികിത്സയുടെ ആവശ്യമില്ല, നമുക്ക് തുടർ ചികിത്സയുടെ ആവശ്യമില്ല, ബെസ്റ്റായിട്ടുള്ളൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് മെഡിസിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിയറസ്റ്റ് പാലിയേറ്റീവ് കെയറിലോട്ട് റെഫർ ചെയ്തൊരു പേഷ്യൻ്റാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് പേഷ്യൻ്റ് നമ്മളടുത്ത് വരുന്നത്. പേഷ്യൻറ്റിനെ നമ്മൾ കാണുമ്പോൾ പേഷ്യൻ്റ് ബെഡ്ഡഡനായിരുന്നു, കിടക്കയിലായിരുന്നു. അതുപോലെ റൈൽസ് ട്യൂബ് ഉണ്ടായിരുന്നു, ട്രക്കിയോസ്റ്റമി ഉണ്ടായിരുന്നു. പേഷ്യൻ്റെ ക്യാൻസറിൻ്റെ ലോക്കൽ സ്പ്രെഡും ഉണ്ടായിരുന്നു, മറ്റു ടിഷ്യൂലോട്ട് ആ ക്യാൻസറിൻ്റെ സ്പ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേസ് ഏറ്റെടുക്കാമെന്നൊരു ചലഞ്ചായിരുന്നു. അങ്ങനെ ഓങ്കോ ടീമിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കേസ് ഏറ്റെടുക്കുകയും പ്രോട്ടോകോൾസ് പ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും നമ്മുടെ ഡ്രസ്സിങ് ഹോം ഡോക്കിൻ്റെ നേതൃത്വത്തിൽ ഡ്രസ്സിങ് ചെയ്യുകയും ആ ഡ്രസ്സിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത് കാരണം അത് തൊട്ടാൽ തന്നെ ബ്ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പേഷ്യൻറ്റിനെ നമ്മളടുത്ത് വന്നത്. അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിന് ഡെയിലി ഡ്രസ്സിങ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുകയും ഗ്രാജുവലായിട്ട് പേഷ്യൻറ്റിന് നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുകയും പേഷ്യൻ്റ് പതുക്കെ പേഷ്യൻ്റ് സെൻസോറിൽ തിരിച്ചു വരികയും പേഷ്യൻറ്റിന് നമ്മുടെ ട്രക്കിയോസ്റ്റമി റിമൂവ് ചെയ്യാൻ പറ്റി. പതുക്കെ നമുക്ക് ലിക്വിഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ഓറലായിട്ട് ലിക്വിഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. പേഷ്യൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിലോട്ട് പേഷ്യൻ്റ് തിരിച്ചു വരികയും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഇത് നമ്മുടെ ഓങ്കോ ടീമിൻ്റെയും ഹോം ഡോക്കിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്.